നമ്മളിന്ന് നോക്കുന്നത് സ്വദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ ഭരണഘടന, കേരള ചരിത്രം, പൊതുവിജ്ഞാനം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857. ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച പ്രസ്ഥാനം ഏതാണ്? 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ പ്രശസ്തമായ യാത്ര ഏതാണ്? ദണ്ഡിയാത്ര. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന നേതാവ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന ദിവസം ഏതാണ്? പ്രവാസി ഭാരതീയ ദിനം. ഉപ്പു സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന സമരവേദി ഏതായിരുന്നു? പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഏത് വർഷത്തിലാണ്? 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത കൃത്യമായ സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടേത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14. തിരുവിതാംകൂർ ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ നടത്തിയ പ്രഖ്യാപനം ഏതാണ്? കുണ്ടറ വിളംബരം. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? 1936 നവംബർ 12. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ പ്രമുഖ പരിഷ്കർത്താവ് ആരാണ്? അയ്യൻകാളി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്?
സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാളി കായിക താരം ആരാണ്? PT ഉഷ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം ഏതാണ്? ബ്രസീൽ. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിലെ ഗാന്ധിജിയായി വേഷമിട്ട നടൻ ആര്? ആൻസർ ബെൻ കിങ്സ്ലി. നീലവിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി ഭാഷയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 എന്ന ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേടകം വിക്ഷേപിച്ച സ്ഥലം ഏതാണ്? കെന്നഡി സ്പേസ് സെന്റർ, അമേരിക്ക. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ഏതാണ്? ധർമ്മസൂര്യൻ. 2009 പാസാക്കിയ വിദ്യാഭ്യാസ നിയമപ്രകാരം കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ആദ്യം ശരിയുത്തരം കമന്റ് ചെയ്തവരുടെ പേര് നോക്കാം. നിരഞ്ജന, ഇൻഷ ഫാത്തിമ, അലിഫ് സന, ആദിശിവ്, ധ്യാൻ ദേവ്, ആദ്യ ആർ, ആദ്യ വി അനീഷ്, അവാനി, എലിസബത്ത്, ശിവദ പി എന്നിവരാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ അറിയുന്നവരെല്ലാം താഴെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.